ഹലോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കിഡ്നെ പെയർ ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ എക്സസൈസിലേക്ക് പോവാം. ഫസ്റ്റ് സെക്ഷനാണ് ബാത്ചീത് കേ ലിയേ. कुछ अन्य जीवों के नाम बताइए जिनका उल्लेख इस पाठ में नहीं है और साथ ही उन जीवों के पैरों की संख्या भी बताइए. അതായത് ഈ ചാപ്റ്ററിൽ കുറേ ജീവികളെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ സംസാരിക്കാത്ത കുറച്ച് ജീവികളുടെ പേരുകൾ പറയണം. എന്നിട്ട് ആ ഓരോ ജീവികൾക്കും എത്ര കാലുകളുണ്ടെന്നും പറയണം. ഇത് ബാത്ചീത് കേ ലിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുക്കാത്ത ഏതെങ്കിലും ജീവികളുടെ പേര് കണ്ടുപിടിക്കുക, അതിന് എത്ര കാലുകളുണ്ടെന്നും ഡിസ്കസ് ചെയ്യാം. शरीर के कौन से अंग इधर उधर जाने में സഹായത करते हैं. അപ്പോൾ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ഇധർ ഉധർ ആനെ ജാനേമേം അവിടെയും ഇവിടെയൊക്കെ സഞ്ചരിക്കാനും പോവാനും വരാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഏത് ഭാഗമാണ്? കൈയാണോ? അല്ല, കാലുകളാണല്ലേ. അപ്പോൾ കാലുകളാണ് പേർ. क्या पशु पक्षियों और छोटे छोटे कीड़ों को भी इधर उधर जाने में पैर सहायता करता है? അതായത് പക്ഷികളും മൃഗങ്ങളും ചോട്ടെ ചോട്ടെ കീടവും ചെറിയ ചെറിയ ജീവികളും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടി കാലുകളാണോ ഉപയോഗിക്കുന്നത്? കാലുകൾ ഉപയോഗിക്കും. എന്നാൽ കാലുകൾ ഉപയോഗിക്കാതെ സഞ്ചരിക്കുന്ന ജീവികളുമുണ്ട് അല്ലേ. നിങ്ങൾക്ക് പറയാമോ? ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എർത്ത് വോം, മണ്ണിര. മണ്ണിര എങ്ങനെയാണ്? അത് വയറുകൊണ്ട് നിരങ്ങിയാണ് പോകുന്നത് അല്ലേ. മണ്ണിര, സ്നേക്ക്, പാമ്പ്, പിന്നെ മീൻ, ഫിഷ് എങ്ങനെയാ? നീന്തി പോവും. അതേപോലെ കിളികൾ പറന്നാണ് പോവുക അല്ലേ. അപ്പോൾ കാലുകൾ കൊണ്ട് പോവും. പക്ഷെ എല്ലാ ജീവികളും കാലുകൾ കൊണ്ട് മാത്രമല്ല നീങ്ങുന്നത്. केंचुए के अतिरिक्त आप कोई और जीव बता सके जिसके पैर नहीं होते? അതെ, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. കേഞ്ചുവേ എന്ന് പറഞ്ഞ എർത്ത് വോംക്ക് അതിരിക്ത്, എർത്ത് വോം അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ജീവികളുടെ പേര് പറയണം. അതിന് കാലുകളില്ലാത്ത വേറെ ജീവികളുടെ പേര് പറയാമോ? ഓക്കെ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. സ്നേക്ക്, പിന്നെ മച്ഛലി, ഫിഷ്. पैरों के अतिरिक्त हमारे शरीर में और कौन से अंग दो की संख्या में होती है? അതായത് കാലുകളല്ലാതെ നമ്മുടെ ശരീരത്തിൽ പിന്നെ ഏതൊക്കെ അവയവങ്ങളാണ് 2 വീതമുള്ളത്? നിങ്ങൾക്കൊക്കെ എന്താണ് 2 വീതം ഉള്ളത്? അതൊക്കെ എഴുതാം. ഓക്കെ, കണ്ണുകൾ, ചെവി, ഇതൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. नेक्स्ट वन, आपका पैर. अपने पैर और हाथ की बनावट को ध्यान से देखिए. നിങ്ങളുടെ കാലുകളും കൈകളും നല്ല ശ്രദ്ധയോടെ ഒന്ന് നോക്കുക. आपके पैर और हाथ की बनावट में क्या समान है? നിങ്ങളുടെ കാലിലും കൈയിലും എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ്? സമാൻ എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റീസ് ഉണ്ട്. और क्या भिन्न है? എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട്? പേച്ചാനിയെ ഓർ ലിഖിയെ. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്കൂട്ടെ ഹേ. അപ്പോൾ കാലിലും കയ്യിലും തമ്പുണ്ട്. അങ്കൂട്ടെ എന്ന് പറഞ്ഞാൽ തമ്പ്. നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാം. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതുകയും ചെയ്യാം കേട്ടോ. 5 ഉംഗ്ലിയാം ഹോത്തി ഹേ. കാലിൽ 5 വിരലുകൾ ഉണ്ട്. 5 ഉംഗ്ലിയാം ഹോത്തി ഹേ. കാലിലും 5 വിരൽ. നാക്കൂൻ ഹോത്തെ ഹേ. നാക്കൂൻ എന്ന് പറഞ്ഞാൽ നഖങ്ങൾ. കയ്യിലും കാലിലും 2 നഖങ്ങളുണ്ടല്ലേ. നാക്കൂൻ ഹോത്തെ ഹേ. ഉംഗ്ലിയാ ചോട്ടി ഹോത്തി ഹേ. കാലുകളുടെ വിരലുകൾ ചെറുതാണ്. ഉംഗ്ലിയാം ലംബി ഹോത്തി ഹേ. കൈകളുടെയോ വിരലുകൾ നീളമുള്ളതാണ്. ചലനെ കേലിയെ. കാലുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നടക്കാൻ വേണ്ടിയാണ്. കൈകൾ ചീസ് പക്കട്നെ കേലിയെ. ചീസേ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. അപ്പോൾ ചീസേ പക്കട്നെ കേലിയെ ആണ് കൈകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നിങ്ങളുടേതായുള്ള വാക്കുകൾ എഴുതുക.
നെക്സ്റ്റ് सही कदम में आगे സഹി കദം കെ ആകെ ടിക്ക് കാ ചിഹ്ൻ ലഗായേ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ വായിച്ചിട്ട് ഇതിൽ ശരിയായിട്ടുള്ളതിന് നേരെ ടിക്ക് കൊടുക്കുക. സബി ജീവോं के केवल 2 ही पैर होते हैं. എല്ലാ ജീവികളുടെയും ഓൺലി 2 കാലുകളേ ഉള്ളൂ. ശരിയാണോ? അല്ല. केंचुए अपने पेट के बल सरकते हैं क्योंकि उनके पैर नहीं होते. എർത്തുവോം അതിൻ്റെ വയറുകൊണ്ട് നിരങ്ങിയാണ് സഞ്ചരിക്കുന്നത്, കാരണം അതിന് കാലുകളില്ല. ശരിയാണല്ലേ? അപ്പോൾ ടിക്ക്. ദോ പേർ വാലെ ജീവോം കോ ദ്വിപാദ് കഹത്തെ ഹെ. 2 കാലുകളുള്ള ജീവികളെ നമ്മൾ ദ്വിപാദ് എന്നാണ് വിളിക്കുന്നത്. ശരിയാണ്. गाय, भैंस, बकरी आदि ചതുഷ്പാദ് ഹെ. ഗായ്, കൗ ഒക്കെ എന്താണ്? ചതുഷ്പാദ് ഹെ ആണല്ലേ? കറക്റ്റ് ആണ്. जीवों के पैरों की संख्या 0 से लेकर कई 100 तक हो सकती है. അതായത് ജീവികളുടെ കാലുകൾ 0 മുതൽ കുറേ 100 കണക്കിന് നമ്പറുകൾ ഉണ്ടാവാം. അതായത് കാലുകളില്ലാത്ത ജീവികളും 100 കണക്കിന് കാലുകളുള്ള ജീവികളും ഉണ്ട്. ശരിയാണല്ലേ? നെക്സ്റ്റ് വൺ, नीचे दी गई तालिका में पैरों की संख्या के अनुसार जीवों के नाम लिखिए. ഓക്കെ, താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ജീവികളുടെയും കാലുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കറിയാവുന്ന ജീവികളുടെ പേരുകൾ എഴുതുക. ശൂന്യ പേർ വാലെ, 0 കാലുകളുള്ള, അതായത് കാലുകളില്ലാത്ത ജീവികൾ. ദോ പേർ വാലെ, 2 കാലുകളുള്ള ജീവികൾ. 4 പേർ വാലെ, 4 കാലുകളുള്ള ജീവികൾ. 6 പേർ വാലെ, 6 കാലുകളുള്ള ജീവികൾ. 8 പേർ വാലെ, 8 കാലുകളുള്ള ജീവികൾ. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ജീവികളുടെ പേരുകളൊക്കെ എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ശൂന്യ പേർ വാലെ, 0 കാലുകളുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. സാപ്പ്, മച്ചലി, കച്ചുവ. നമ്മൾ മുമ്പേ സംസാരിച്ചു. സ്നേക്ക്, ഫിഷ്, പിന്നെ കേച്ചുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തുവോ. പിന്നെ ദോ പേർ വാലെ, 2 കാലുകളുള്ളത് ആരൊക്കെയാണ്? മനുഷ്യ, ചിടിയ, പക്ഷികൾ, കങ്കാരു. 4 പേർ വാലെ, 4 കാലുകളുള്ള ജീവികൾ ഏതൊക്കെയാണ്? കുത്ത, ഡോഗ്, ബില്ലി, പൂച്ച, ബക്കറി, ആട്. ഇനി 6 പേർ വാലെ, 6 കാലുകളുള്ള ജീവികൾ ഏതൊക്കെയാ? തിത്ലി, ബട്ടർഫ്ലൈ, ചീട്ടി എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ, മഖി എന്ന് പറഞ്ഞാൽ മക്കി എന്ന് പറഞ്ഞാൽ ഈച്ച. 8 പേർ വാലെ മക്കടി എന്ന് പറഞ്ഞാൽ സ്പൈഡർ. ബിച്ചു എന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോനെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, തേൾ എന്നൊക്കെ പറയും. കേക്കിട്ട എന്ന് പറഞ്ഞാൽ ഞണ്ട്, ക്രാബ്. ഓക്കെ. 8 से अधिक पैर वाले, അതായത് 8നേക്കാളും കൂടുതലുള്ള കാലുകളുള്ള ജീവി. നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ ഒരാളെ കണ്ടു അല്ലേ? ആരായിരുന്നു അത്? ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. എന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക. നേരെ ബുക്കിൽ നോക്കുക, ലാസ്റ്റ് പറഞ്ഞ ജീവിയുടെ പേര് നോക്കുക, ഇവിടെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വൺ, കേസേ രഖേ പേരോं का ध्यान. അപ്പോൾ നമ്മൾ നമ്മുടെ കാലുകൾ എങ്ങനെയാണ് നന്നായി സൂക്ഷിക്കുക? अपने सहपाठियों से चर्चा करें कि हम अपने पैरों का ध्यान कैसे रख सकते हैं. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ നന്നായി ഡിസ്കസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ കാലുകൾ നല്ല വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ പോയിന്റ്സ് ആയിട്ട് എഴുതുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണത്? നാക്കുനുങ്കോ നിയമത് രൂപ് സേ കാട്ട്ന. അതായത് നഖങ്ങൾ കൃത്യമായിട്ട്, വളരെ നീളം കൂടി പോവാതെ കൃത്യമായിട്ട് മുറിച്ച് വൃത്തിയാക്കി വെക്കുക. ഇനി എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ജസ്റ്റ് ഒരു 2-3 പോയിന്റ്സ് നമുക്ക് നോക്കാം. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഉള്ളത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ. സ്വച്ഛതാക്ക ധ്യാൻ രഖേ. സ്വച്ഛത എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക. എപ്പോഴും കാലുകൾ നന്നായി കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. അച്ഛേ ജൂത്തെ പെഹനെ. നല്ല ചെരുപ്പുകൾ, നല്ല വൃത്തിയുള്ള ചെരുപ്പുകൾ ധരിക്കുക.
നിയമിത് രൂപ് സെ മാലിഷ് കരെ. കാലുകളൊക്കെ നല്ല വല്ല ക്രീമോ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നന്നായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തടവി കൊടുക്കുക. നെക്സ്റ്റ് ഭാഷാ കി ബാത്. चार पैर वाले जीवों को चतुष्पाद कहते हैं. चतुष्पाद का प्रचलित शब्द चौपाया है. അതായത് ചതുഷ്പാദ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞെങ്കിലും നമ്മൾ സാധാരണയായിട്ട് അതിന് ഉപയോഗിക്കുന്ന വേർഡ് ചൗപ്പായ എന്നാണ്. അതായത് ചൗ ആൾക്കാർ യൂസ് ചെയ്യുന്നത് 4 കാലുള്ള ജീവികളെ ചൗപ്പായ എന്നാണ് പറയുന്നത്. ജിസ്കാ അർത്ഥ ഹേ, അതിൻ്റെ അർത്ഥമാണ് ചാർ പേർ വാല, 4 കാലുള്ള ജീവി. इसी प्रकार 4 की संख्या बताने वाले कुछ और शब्द खोज कर लिखिए. ഓക്കെ, അപ്പോൾ ഇത് 4 കാലുള്ള ജീവികൾക്ക് നമ്മൾ ചൗപ്പായ അല്ലെങ്കിൽ ചതുഷ്പാദ് എന്ന് പറയുന്നു. അതുപോലെ 4 വേറെ എന്തെങ്കിലും 4 കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് നിങ്ങൾ തപ്പി കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതണം. അപ്പം നിങ്ങൾ എഴുതില്ലേ, ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്ന് ചതുർഭുജ്. എന്താണ് ചതുർഭുജ് എന്നാൽ? അതുപോലെ ചൗരാഹ. ചൗരാഹയുടെ മീനിങ് അറിയോ? നമുക്ക് നോക്കാം. അതേപോലെ ഒരു 2-3 എക്സാമ്പിൾസും നമുക്ക് നോക്കാം. ചതുർഭുജ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ, അതായത് 4 വശങ്ങളുള്ള 4 സൈഡുകളുള്ള ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചതുരം, ഒരു സ്ക്വയർ, അതിനൊക്കെ 4 സൈഡുകളാണല്ലേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരാണ് ചതുർഭുജ്. അതുപോലെ ചൗരാഹയുടെ മീനിങ് ആണ് 4 കവലകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ക്രോസ് റോഡ്, 4 റോഡിൽ ആയിട്ടുള്ള ഒരു ജംഗ്ഷനെയാണ് നമ്മൾ ചൗരാഹ എന്ന് പറയുക. അതേപോലെ ചൗഗുണ എന്ന് പറഞ്ഞാൽ 4 മടങ്ങ്, 4 ടൈംസ്, അല്ലെങ്കിൽ ക്വാഡ്രാപ്പിൾ എന്ന് പറയും, 4 ടൈംസ്. ഓക്കെ, ഇനി ചതുരായത് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിന് പറയുന്ന പേരാണ്. 4 സൈഡുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്, അതിനാണ് പറയുക റെക്റ്റാങ്കിൾ. ചതുർവേദി എന്ന് പറഞ്ഞാൽ വൺ ഹു നോസ് ദ 4 വേദാസ്. 4 വേദങ്ങളുണ്ടല്ലേ, ഈ 4 വേദങ്ങളും അറിയുന്ന ഒരാളെ പറയുന്ന പേരാണ് ചതുർവേദി. ഇത് എക്സാമ്പിൾസ് ആണ്, നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് എഴുതുക. नीचे दिए गए उदाहरण के अनुसार താലിക പൂരി കീജിയെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിനനുസരിച്ച് ഇതിൽ വിട്ടുപോയിട്ടുള്ള ബ്ലാങ്ക്സ് ഒക്കെ ഫില്ല് ചെയ്യാം. അപ്പോൾ എന്താ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്? ഏക്, 1, ഏക്. ഓക്കെ, അപ്പോൾ ഏക് എന്ന് പറഞ്ഞാൽ നമ്പർ 1 അല്ലെങ്കിൽ ഒന്നിനാണ് ഏക് എന്ന് പറയുക. അപ്പോൾ ഏക് എന്ന് പറയുന്നത് ഹിന്ദിയിലാണ്. അതിന് നമ്മൾ നമ്പറായിട്ട് എഴുതുക ഇങ്ങനെയാണല്ലേ, 1. ഇനി ഇതേ നമ്പേഴ്സ് ഹിന്ദിയിലും ഉണ്ട്. ഹിന്ദിയിൽ അതേ നമ്പറിനെ എഴുതുന്നത് എങ്ങനെയാണ്? കണ്ടോ, ഇതാണ് 1. ഇതാണ് ഹിന്ദിയിലുള്ള അക്ഷരങ്ങൾ. ഇതെല്ലാവർക്കും അറിയാം. ഈ നമ്പേഴ്സ് എല്ലാവർക്കും അറിയാം. 1, 2. ഇവിടെ എന്താ എഴുതേണ്ടത്? 3, 4, 5, 6, 7, 8, 9, 10. അതുപോലെ ഹിന്ദിയിൽ എങ്ങനെയാ എണ്ണ അറിയാമോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതേപോലെ തന്നെയാണ് ഹിന്ദി നമ്പേഴ്സ്. ഹിന്ദിയിലുള്ള നമ്പേഴ്സ് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. नेक्स्ट वन, सोचिए और लिखिए. कल्पना कीजिए कि एक दिन किसी स्थान पर कनकजुरा, केचुआ, चिड़िया और आप एक साथ मिलते हैं. അതായത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരു ദിവസം കനക്ജുര, എന്തായിരുന്നു കനക്ജുര? പഴുതാര അല്ലെങ്കിൽ സെൻറ്റിപീഡാണ് അല്ലേ. അപ്പോൾ ഒരു സെൻറ്റിപീഡും ഒരു കേച്ചുവ എന്ന് പറഞ്ഞാൽ എർത്ത് വേം, മണ്ണിര, പിന്നെ ഒരു പക്ഷി, പിന്നെ നിങ്ങളും കൂടെ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുകയാണ്. കനക്ജുര अपने पैरों की बात शुरू करता है. सोचकर लिखिए कि आप सबके बीच में क्या क्या बातें होगी. അപ്പോൾ
കനക്ജുര ഒരു കാര്യം പറയാണ്, അതിൻ്റെ കാലുകളെ പറ്റി പറയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ ഒരു കനക്ജുരയുടെ അടുത്ത് എന്തൊക്കെയായിരിക്കും സംസാരിക്കുകയെന്ന്. നിങ്ങൾ സ്വന്തമായിട്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്ത് എഴുതണം കേട്ടോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അവരെന്തൊക്കെയായിരിക്കും സംസാരിക്കുക നോക്കിയാലോ. അപ്പോൾ കനക്ജുര സ്റ്റാർട്ട് ചെയ്യാണ്. मेरे पास बहुत सारे पैर हैं जो मुझे जल्दी चलने में मदद करते हैं. എൻ്റെ അടുത്ത് കുറേ കാലുകളുണ്ട്, അതെന്നെ സ്പീഡിൽ സഞ്ചരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ കെഞ്ചു എന്താ പറയുന്നത്? मेरे पास कोई पैर नहीं है फिर भी मैं आसानी से मिट्टी में चलता हूँ. അപ്പം എന്താ പറഞ്ഞത്? എൻ്റെ അടുത്ത് ഒറ്റ കാലുകൾ പോലും ഇല്ല, എന്നിട്ടും ഞാൻ സ്പീഡിൽ സഞ്ചരിക്കും. അപ്പോൾ ഇവിടെ ഒരു പക്ഷിയുണ്ട്, ചിടി എന്താ പറയുക നോക്കാം. मैं अपनी पंखों से ऊंचाई में आसमान में उड़ता हूँ. ഞാൻ എൻ്റെ ചിറകുകൾ ഉപയോഗിച്ചിട്ട് ആകാശത്തിൽ ഉയരത്തിൽ പറന്നു പോകും. അപ്പം നിങ്ങൾക്ക് എന്ത് ഉത്തരം പറയാം? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ ഇരിക്കുന്ന കുട്ടി ഇങ്ങനെയാണ് പറയുന്നതെങ്കിലോ, मैं कई जगहों पर चलकर अच्छी तरह से घूमता हूँ. ഞാൻ എൻ്റെ കാലുകൾ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും നന്നായി സഞ്ചരിക്കാറുണ്ട്. ഇതേപോലെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ലൈൻസ് ഇവിടെ എഴുതുക, എന്നിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, പഹേലി സെ പെഹലെ. അപ്പോൾ ഇവിടെ കുറച്ച് റിഡിൽസ് തന്നിട്ടുണ്ട്. ആ റിഡിൽസിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. आपने देखा कि एक खेत में कुछ भैंसें चर रही है. आपने गिना तो उनके कुल मिलाकर 32 पैर निकले हैं. बताइए कितनी भैंसें हैं? അതായത് നിങ്ങളൊരു സ്ഥലത്ത് കുറേ ബഫലോസിനെ കാണുകയാണ്. കുറേ ബഫലോസ് ഉണ്ട്. നിങ്ങൾ ദൂരെ മാറി നിന്നിട്ട് ആ ബഫലോസിൻ്റെ കാലുകൾ മാത്രം എണ്ണി നോക്കി. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 32 ലെഗ്സ് ആണ്. 32 കാലുകൾ, 32 ലെഗ്സ്. അപ്പം ആകെ 32 ലെഗ്സ് ആണെങ്കിൽ എത്ര ബഫലോസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ബഫലോന് എത്ര കാലുകളുണ്ട്? 4 ലെഗ്സ് അല്ലേ, 4 കാലുകൾ. അങ്ങനെയാണെങ്കിൽ എത്ര ബഫലോസ് ഉണ്ടാകും? നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. ഒരു ബഫലോന് 4 ലെഗ്സ് അല്ലേ. ഇനി 2 ബഫലോ ആണെങ്കിലോ എത്ര ഉണ്ടാവും? 8 ലെഗ്സ്. ഇനി 3 ബഫലോ ആണെങ്കിലോ 12 ലെഗ്സ് അല്ലേ. അങ്ങനെ നമുക്ക് നോക്കാം. 4 ബഫലോ, 5 ബഫലോ, 6 ബഫലോ, 7 ബഫലോ, 8 ബഫലോ. എത്ര ലെഗായി? 32 ലെഗ്സ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിച്ചോ? ഓക്കെ, അപ്പോൾ ഡിവിഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 32 നമ്പർ ലെഗ് ഉണ്ട്. ഡിവൈഡഡ് ബൈ ഓരോ ബഫലോനും 4 കാലുകൾ വീതമുണ്ട്. അപ്പോൾ ആൻസർ ഈസ് 8. അപ്പോൾ ടോട്ടൽ 8 നമ്പർ ഓഫ് बफेलोस. ओके, आपने देखा कि एक स्थान पर कई मकड़ियाँ चल रही है. നിങ്ങളൊരു സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ കുറേ സ്പൈഡേഴ്സ് സഞ്ചരിക്കുന്നുണ്ട്. आपने गिनकर देखा तो फिर से कुल 32 पैर निकले. നിങ്ങൾ എണ്ണി നോക്കിയപ്പോൾ പിന്നെയും നിങ്ങൾക്ക് ഒരു 32 നമ്പർ ഓഫ് ലെഗ്സ് ആണ് കിട്ടിയത്. बताइए कितने मकड़ियाँ हैं? നേരത്തെ നമ്മൾ ബഫലോസിനെയല്ലേ നോക്കിയത്. അപ്പോൾ ഒരു ബഫലോയ്ക്ക് 4 കാലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയോ ഒരു മക്കടി എന്ന് പറഞ്ഞാൽ സ്പൈഡറിന് എത്ര കാലുകളുണ്ട്? 8 കാലുകളുണ്ട് അല്ലേ. ഒരു മക്കടിക്ക് 8 കാല്. 2 മക്കടിക്കോ 16 ലെഗ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനി 3 മക്കടിയാണെങ്കിലോ 24 ലെഗ്സ് അല്ലേ. 8 + 8 = 24. നമുക്ക് ക്വസ്റ്റ്യനിൽ 32 ലെഗ്സ് ആണുള്ളത്. അപ്പം നമുക്ക് ഒരു മക്കടിനെയും കൂടി ആഡ് ചെയ്ത് നോക്കാം.
പ്ലസ് 4 മക്കടിയാണെങ്കിൽ 32 legs. കറക്റ്റ് അല്ലേ? അപ്പോൾ ടോട്ടൽ 32 legs ഉണ്ടെങ്കിൽ 8 + 8 + 8, അതായത് 4 സ്പൈഡേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഡിവിഷൻ അറിയെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടോട്ടൽ 32 നമ്പർ ഓഫ് ലെഗ്സ് ഡിവൈഡഡ് ബൈ ഒരു മക്കടിയുടെ കാല് 8, സോ ഈക്വൽ ടു 4 नंबर ऑफ मकड़ीज. ओके, अब एक स्थान पर आपने देखा कि कई चींटियां, उरुंबुകൾ और मकड़ियां एंड स्पाइडर्स. അപ്പോൾ ഉറുമ്പുകളെയും സ്പൈഡേഴ്സിനെയും കണ്ടു. आपने गिनकर देखा कि उनके कुल मिलाकर 34 पेयर है. बताइए कितनी चींटियां और कितनी मकड़ियां हैं? നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഒരു മക്കടിക്ക് എത്ര കാലുകളുണ്ട്? 8 കാലുകളുണ്ട് അല്ലേ? ഇനി ഒരു ഉറുമ്പിന് എത്ര കാലുകളുണ്ട്? 6 കാലുകൾ. ഒരു ഉറുമ്പും ഒരു സ്പൈഡറും ഉണ്ടെങ്കിൽ എത്ര കാലുകളുണ്ട്? 14. നമ്മളെടുത്ത് 14 അല്ല, 34 ഉണ്ടല്ലേ? അപ്പം നമുക്ക് ഒരു മക്കടീനെയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി 8. ഇനി ഒരു ഉറുമ്പിനെയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഒരു മക്കടി, ഒരു സ്പൈഡർ, ഒരു ഉറുമ്പ്, ഒരു സ്പൈഡർ, ഒരു ഉറുമ്പ്, എത്രയായി നോക്കാം? 28 ആയിട്ടേ ഉള്ളൂ. 34 ഉണ്ടല്ലേ? അപ്പം നമ്മൾ ഇനി ഒരു സ്പൈഡറിനെ ആഡ് ചെയ്ത് നോക്കാം. സ്പൈഡറിന് എത്ര കാലുകളുണ്ട്? 8. അയ്യോ, 36 ആണല്ലോ കിട്ടിയിരിക്കുന്നത്. 36 കാലുകളുണ്ടോ? ഇല്ല അല്ലേ? അപ്പം നമുക്ക് മക്കടി വേണ്ട, ഒരു ഉറുമ്പിനെ ആഡ് ചെയ്ത് നോക്കാം. 34 അല്ലേ? അപ്പം നമ്മുടെ കണക്ക് കറക്റ്റായി. അതായത് 1, 2, 2 സ്പൈഡറും 1, 2, 3 ഉറുമ്പുകളും. ഇപ്പം 2 സ്പൈഡേഴ്സും 3 ആൻസും ഉണ്ട്. ഇപ്പം ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് 34. നെക്സ്റ്റ് വൺ, മുझे तो जाने. ഇവിടെ കുറച്ച് പഹേലി തന്നിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇതാരാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കണം. വായിച്ചു നോക്കാം. लांटेन ले पंखों में उड़े अंधेरी रात में जलती बातें बिना तेल के ठंड और बरसात में. അതായത് ലാൻറ്റേണും എടുത്തിട്ട് പറന്നു പോകുന്ന ഒരാളാണ്. ഉടേ അന്ധേരി രാത് മേ, രാത്രി സഞ്ചരിക്കും. ജൽത്തി ബാത്തി ബിനാ തേൽസേ, അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എണ്ണയൊന്നും വേണ്ട. ഡൻ ഓർ ബർസാത്ത് മേ, തണുപ്പിലും മഴയിലും ഒക്കെ. ആരാണ് ഞാൻ? അപ്പോൾ ആൻസറാണ് ജുഗ്നു, അല്ലെങ്കിൽ ഫയർഫ്ലൈ. മലയാളത്തിൽ മിന്ന മിനുങ്ങ് എന്ന് പറയും. അറിയോ ഫയർഫ്ലൈന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ. तीतर के 2 आगे तीतर, तीतर के 2 पीछे तीतर, आगे तीतर पीछे तीतर, बोलो कितने तीतर. അതായത് തീത്തർ എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. ഇതും ഒരു റിഡിലാണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ കുറച്ച് പക്ഷികളുണ്ട്. അതിൽ നമ്മൾ ഒരു തീത്തറിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ 2 തീത്തറുണ്ട്, വേറൊരു പക്ഷിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ 2 തീത്തറുണ്ട്. അപ്പോൾ ആകെ എത്ര തീത്തറുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഇസ് 3. 3 തീത്തറുണ്ട്. എങ്ങനെയാണ്? ദേ നോക്കിക്കേ, 3 പക്ഷികളിരിക്കുന്നു. നമ്മൾ ഫ്രണ്ടിലുള്ള പക്ഷീനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ 2 പക്ഷികളുണ്ടല്ലേ? ഇനി പിന്നിലുള്ള പക്ഷികളെടുത്ത് നോക്കിയാലോ, അതിൻ്റെ ഫ്രണ്ടിൽ 2 പക്ഷികളുണ്ട്. അപ്പോൾ ആകെ എത്ര പക്ഷികളായി? 3. നെക്സ്റ്റ്, ദോസ്ത് കെ ജൂത്തെ. ഓക്കെ, ഇതൊരു ചെറിയ സ്റ്റോറിയാണ്. നമുക്ക് ഫാസ്റ്റായിട്ട് വായിച്ചിട്ട് പോവാം. दोस्त के जूते, മേഡക് ജൂത്തെ ബനാത്ത ഥാ. മേഡക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള. ഇവിടെ തവള, ജൂത്തെ ചെരുപ്പ്. അപ്പോൾ തവള ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ ചെരുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. एक दिन उसकी दुकान के सामने से एक काला चींटी निकला. ഒരു ദിവസം തവളയുടെ അല്ലെങ്കിൽ ഫ്രോഗിൻ്റെ കടയുടെ അടുത്തു കൂടെ ഒരു കറുപ്പ് ഉറുമ്പ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചീട്ടെ കെ പാസ് ഗുഡ് കി ഡലീദേ. ഉറുമ്പിൻ്റെ അടുത്ത് എന്തുണ്ട്? ഗുഡ് എന്ന് പറഞ്ഞാൽ ശർക്കര. വലിയൊരു കഷ്ണം ശർക്കരയും കൊണ്ടാണ് ഉറുമ്പ് പോകുന്നത്.
മേഡക് ने चीटे से कहा മേഡക് ഉറുമ്പിനോട് പറഞ്ഞു ദോടാ ഗുഡ് ദേ ദോ കുറച്ച് ശർക്കര തരുമോ മച്ചർ ഗാത്തെ ഗാത്തെ ഓബ് ഗയാ ഹേ മൊസ്കിറ്റോസിന് കഴിച്ച് കഴിച്ച് മതിയായി കുറച്ച് ശർക്കര തരാമോ ചീട്ട ബോല അഗർ തും മേരെ ദോസ്ത് കെ ലിയേ ജൂത്തെ ബനാ ദോ തോ ആദാ ഗുഡ് തുമാരാ അപ്പം നീ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെരുപ്പുണ്ടാക്കി തരികയാണെങ്കിൽ ഹാഫ് ശർക്കര നിനക്ക് തരാം मेढक ने सोचा गुड़ के बदले 6 जूते बनाना अच्छा सौदा है അപ്പോൾ ഉറുമ്പിന് എത്ര കാലുകളുണ്ട് 6 കാലുകളുണ്ട് അപ്പോൾ മേട്ടക്ക് എന്താ വിചാരിച്ചത് അതെ അതെ കുറച്ച് ശർക്കര കിട്ടിയാൽ 6 കുഞ്ഞ് ചെരുപ്പുണ്ടാക്കി കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉസ്നെ ഹാമി ബർലി അപ്പോൾ മേഡക്ക് എഗ്രി ചെയ്തു ഓക്കേ എന്ന് പറഞ്ഞു ചീട്ടേനെ ആദാ ഗുഡ് മേഡക്കോ ദേ ദിയാ അപ്പോൾ ഉറുമ്പ് പകുതി ശർക്കര മേട്ടക്കിന് കൊടുത്തു അഗലെ ദിൻ ചീട്ട अपने दोस्त के जूते का नाप देने മേട്ടക് के पास पहुंचा അടുത്ത ദിവസം ഫ്രണ്ടിനെയും കൂട്ടി വന്നു അപ്പോൾ ചെരുപ്പിന് അളവെടുക്കണ്ടേ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഫ്രണ്ടിനെയും കൂട്ടി വന്നു ചീട്ടേക്ക ദോസ്ത് കനക്ജുര താ ചീട്ടയുടെ ദോസ്ത് ആരാണ് കനക്ജുര എന്ന് പറഞ്ഞ ആരാ പഴുതാരയാണല്ലേ സെൻറ്റിഫീഡാണ് എത്ര കാലുകളാണുള്ളത് അയ്യോ നമ്മുടെ ഫ്രോഗ് ഞെട്ടിപ്പോയി ഉറുമ്പിൻ്റെ ഫ്രണ്ട് വേറൊരു ഉറുമ്പാണ് ആകെ 6 കാലല്ലേ ഉള്ളൂ എന്നാണല്ലോ ഫ്രോഗ് വിചാരിച്ചത് പക്ഷേ ഇതിനി എത്ര ചെരുപ്പുണ്ടാക്കണം അല്ലേ പാവം ഫ്രോഗ് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ് ഇതൊരു ലോങ് ചാപ്റ്ററാണ് എല്ലാവരും എക്സസൈസൊക്കെ നന്നായി ചെയ്യണം ചാപ്റ്ററൊക്കെ വായിക്കണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ് ബൈ